അവരിങ്ങോട്ട് വരാറുണ്ടോ? ഇല്ല. അങ്ങനെ വെച്ചാൽ പിന്നെ അവൻ്റെ അമ്മയുണ്ട് അവിടെ, അവന് ഇന്നെ പോട്ടെ അച്ഛൻ പോട്ടെ, അമ്മയുണ്ട്. ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ നിങ്ങൾ ഒരു ഭക്ഷണം വാങ്ങി തരുന്ന അമ്മ നമുക്ക് തരുന്നുണ്ട്, ചായ അയച്ച് തരുന്നൊക്കെ ഇല്ലേ. ആ അമ്മ എന്താ കഴിക്കുമ്പോൾ അതിനൊന്ന് പോയി കാണട്ടെ എന്നുള്ളത് തോന്നിയില്ലല്ലോ, തോന്നിയിട്ടുമില്ല, ഇതുവരെ വന്നില്ല. ഈ എത്ര വർഷമുള്ള പരിചയമാണ് വിജിൽ ഈ കൂട്ടുകാരെ? ഞാൻ പറഞ്ഞു ഞങ്ങൾ എരഞ്ഞിപ്പാലം താമസിക്കുമ്പോൾ അന്ന് ഇവര് എരഞ്ഞിപ്പാലം സ്കൂളിൽ 4 വരെ പഠിച്ചിട്ട് പിന്നെ 5, അപ്പോൾ 4, 5, 4, 9 വയസ്സിന് ശേഷം ക്രിസ്ത്യൻ കോളേജിൽ പോയതാ. 6 അങ്ങനെ പഠിച്ചത്. മറ്റ് സുഹൃത്തുക്കളും അവർ തന്നെ. ഒരുത്തൻ നമ്മളെ പറമ്പിൻ്റെ വീടിൻ്റെ അടുത്ത ഒരു പറമ്പിലാണ് താമസിച്ചത്, മറ്റോ കുറച്ച് അങ്ങോട്ട് പോകണം. 14 വർഷത്തെ സൗഹൃദമാണ്. സൗഹൃദം. സിനിമക്ക് പോകുകയാണെങ്കിലും അവിടെ ഉത്സവമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോകുകയാണെങ്കിലും ഒക്കെ ഇവർ തന്നെ. അതല്ല അമ്മേനോട് പറഞ്ഞിട്ട് നമ്മ വിശ്വസിക്കുന്നില്ല, പേപ്പർ കണ്ടിട്ടപ്പാ വിശ്വാസമായത്. ഈ പോലീസ് എന്താ പറഞ്ഞത്? ചോദിച്ചു അപ്പം ഇന്നാളിപ്പോൾ അസ്ഥി കടലിൽ ഒഴുക്കിന്നൊക്കെ അറിഞ്ഞത്. ഇന്നലെ ഞാൻ ചോദിച്ചു ഇങ്ങനെ സംഭവം നടന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് എന്നാലും അവൻ്റെ ബോഡി കാണണമെന്ന് പറഞ്ഞു. കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ബൈക്കുണ്ട് ബൈക്കത്, അതും വേണം, ഫോണ് പിന്നെ ഇല്ലേ പോട്ടെ. ബൈക്ക് റെയിൽവേ സ്റ്റേഷനിലാണ്. ബൈക്ക് ഒരു പറഞ്ഞ ആളല്ലേ, പിന്നെ വണ്ടി കയറി പോകാൻ വേണ്ടിട്ടേ ചെയ്ത പണിയാണ്. അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു. ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ചു അല്ല റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ചു നാട് വിട്ടുപോയി അറിയാൻ പറ്റും. കണ്ടോ, ഇത്രയും കൂടെ നടന്നിട്ട് ഞാൻ ക്രിമിനൽ മൈൻഡാണ്. അന്നിപ്പോൾ അവരെ അങ്ങനെ വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവർ പിന്നെ നിയമപരമായിട്ടുള്ള ശിക്ഷ അവർ കൊടുക്കണ്ടേ. പിന്നെ മാത്രമല്ല ഇതിൽ 3ാമത് ഒരാളുണ്ടോ എന്നുള്ളപ്പോൾ അറിയാൻ വേണം. അവര് 3 ആളുണ്ട്, പിന്നെ അതിൻ്റെ വലിയ ഹെഡായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതിപ്പോൾ നമ്മൾ UP കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ. അതേമാതിരി ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് അറിയണമെങ്കിൽ ഇപ്പോൾ ചോദിച്ചിട്ട് നമ്മളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. എനിക്കതേ അറിയാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ അതായത് 6 വർഷം നമ്മൾ കാത്തു നിൽക്കുക. എന്നാലും ഇന്നലെ 2 ദിവസം മുന്നേ കഴിഞ്ഞ സംഭവം ഇവിടുന്ന് പോയിട്ട് വേറെ പോയ മോനെ ഒരു ഇമ്മാതിരി പണി ചെയ്യാൻ പാടുണ്ട് ആരായാലും. ഇങ്ങനെ ഇവർ 2 എഴുന്നേറ്റ് പോവുക, അതവിടെ കിടക്കുക. എന്നാൽ പോലും ശ്രദ്ധിക്കണ്ടേ? വേണ്ട, ഒരു അന്നേ ഒരു കഴിച്ചാവില്ലേ, പോലീസിന് വീട് അറിയിച്ചിട്ട് അല്ലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. എന്തൊക്കെ പറ്റുന്നുണ്ട്. എന്താ വെച്ചാൽ തന്ത്രപൂർവ്വം ചെയ്തതെന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ആർക്കാരും ചെറിയ കുട്ടികൾ LKG പഠിക്കുന്ന കുട്ടികൾ ഇത് മനസ്സിലായത് കേട്ടാൽ. അല്ലെങ്കിൽ അവനെ കാണുന്നില്ല, പെറ്റീഷൻ കൊടുത്തും കൂടി ഞാൻ ഇവിടെ വന്നിരിക്കുക കിടന്നുറങ്ങുമെന്നല്ല, ഒരു അതിൽ കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ളത്. അതാണ് അമ്മക്കോ വിജിലോ ഇലക്ട്രീഷ്യനാണ്. ടവറിൻ്റെ പണിക്കോ അങ്ങനെ വടകരയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആരെയും കൂട്ടി പോകും, എനിക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഒറ്റക്ക് ചെയ്ത് പോന്നാൽ മതി, എന്നാലും ആരെയും കൂട്ടി പോയിട്ട് അങ്ങനെയൊക്കെ പണിയെടുപ്പിക്കലൊക്കെ ഉണ്ട്. പിന്നെ ചില വിചാരിക്കുന്നത് ഇന്നെപ്പോലെയാണ്. ആ പോലീസിലുള്ള 4ാമത്തെ അന്വേഷണത്തിൽ ആ പോലീസുകാരൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടാവും. വിചാരിക്കുന്നത് എല്ലാവരും ഇന്നെപ്പോലെയാണെന്ന്. അത്രയും ഒരു ഉള്ളവനാണെന്നാണ് ഇവരൊക്കെ മൊഴിയെന്ന് മനസ്സിലാകുന്നതെന്നാണ് പോലീസുകാരൻ പറയുന്നത്. അങ്ങനെ ഇവന് വിചാരിച്ച് ഓരോ കൂടെ കൂടി അയച്ചാൽ ഓനോ ഇപ്പം ഞങ്ങൾ അച്ഛനും അമ്മയും വേണ്ടവന് ഒരു നിഖിലും മറ്റൊരു ഒരു വലിയ എപ്പോഴും പറയാം അങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഈ വിജിലിൻ്റെ അസ്ഥി എടുത്ത് ഇവർ ശേഷക്രിയ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്നോട് പറഞ്ഞില്ല, അസ്ഥി എടുത്തും പറഞ്ഞില്ല. ഇന്നലെ ശേഷം ബോഡി കാണണമെന്ന് പറഞ്ഞപ്പോൾ കാണിക്കാമെന്നും പറഞ്ഞ് വണ്ടിയും കാണും സാറേ ഇല്ല, ഇപ്പം സാറ് പറഞ്ഞല്ലോ ഇല്ലയെന്ന്. അപ്പോൾ പിന്നെ വണ്ടീൻ്റെ ആവശ്യം ഇല്ല എന്നാണ്. പക്ഷെ എന്നാലും വണ്ടി കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കണ്ടേ? തീർച്ചയായും. ക്യാമറമാൻ ഹബീബ് കൊടുമണ്ണോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.